നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രങ്ങളിൽ കാണുന്ന ഒരു വാർത്തയാണ് ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഏതാണ്ട് 4 ഇരട്ടി വരെ കൂടി എന്നുള്ള കാര്യം. എന്തായിരിക്കും അതിന്റെ കാരണം? നമുക്ക് അറിയുന്നത് പോലെ ഇപ്പൊ ഇത് നല്ല ഡിമാൻഡുള്ള സമയമാണ്, അല്ലെങ്കിൽ സീസണാണ്, ഓണത്തിന്റെ സീസൺ, അല്ലെങ്കിൽ NRIക്കാരൊക്കെ തിരിച്ചു പോകുന്ന സീസൺ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ടിക്കറ്റ് നിരക്ക് കൂടിയിരിക്കുന്നത്. ഒരുപക്ഷെ ക്രിസ്മസ് ആകുമ്പോൾ കൂടുതൽ ആളുകൾ വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങുന്നതോടെ ലോകത്തെമ്പാടും ടിക്കറ്റ് നിരക്ക് നമുക്ക് ഉയരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ ഞാൻ ഒരു വിദേശ യാത്രയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു എന്ന് കരുതുക. ഞാൻ അതിനായിട്ട് ഇന്ന് ടിക്കറ്റ് നിരക്ക് നോക്കുന്ന റേറ്റ് ആയിരിക്കില്ല. ഉച്ച കഴിഞ്ഞ് ടിക്കറ്റ് നിരക്ക് നോക്കിയാൽ അല്പം കൂടിയിട്ടുണ്ടാവും. വൈകുന്നേരം വീണ്ടും ഞാൻ ചെക്ക് ചെയ്താൽ അത് വീണ്ടും കൂടും. അടുത്ത ദിവസം വീണ്ടും ഞാൻ ടിക്കറ്റ് നിരക്ക് നോക്കിയാൽ ആ റേറ്റ് വീണ്ടും വീണ്ടും കൂടുന്നതായിട്ട് കാണാൻ കഴിയും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അത് കണ്ടമാനം കൂടും. ഒരു ചൊവ്വാഴ്ച ഒക്കെ ആയാൽ വീണ്ടും ഈ റേറ്റ് കുറയുന്നതൊക്കെ ആയിട്ട് കാണാം. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഡിമാൻഡ് മാത്രമല്ല ടിക്കറ്റ് നിരക്ക് തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം അറിയുക. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ ബസ്സിലൊക്കെയുള്ള ടിക്കറ്റ് നിരക്ക് അത് ദൂരം അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. കോട്ടയത്ത് നിന്ന് എറണാകുളം വരെ പോകുന്ന റേറ്റ് അല്ല കോട്ടയത്ത് നിന്ന് കോഴിക്കോട് വരെ പോകാൻ. അപ്പൊ ഇങ്ങനെയാണോ എയർ ടിക്കറ്റ് തീരുമാനിക്കുന്നത്? അല്ല എന്ന് വേണം പറയുക. ഉദാഹരണത്തിന്, നിങ്ങൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നു എന്ന് കരുതുക. നിങ്ങൾക്ക് ഒരു 10,000 രൂപ ടിക്കറ്റ് നിരക്ക് കാണിക്കുന്നെങ്കിൽ ഒരുപക്ഷെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വഴി മുംബൈക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ 10,000-ന് പകരം ഒരുപക്ഷെ 7,000-ന് ചിലപ്പം ടിക്കറ്റ് കിട്ടിയേക്കാം. അപ്പോൾ ഒരേ റൂട്ടിൽ പോകുമ്പോൾ വഴിക്ക് ഇറങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റ് ആണ് ഫൈനൽ ഡെസ്റ്റിനേഷന് പോകാനായിട്ട്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതൊരു വലിയ മിഥ്യയാണ്, അല്ലെ? അതെന്താണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നിങ്ങൾ ബിസിനസ് സെക്ടേഴ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ഡൽഹി, മുംബൈ വളരെ തിരക്കേറിയ ഒരു എയർലൈൻ സെക്ടറാണ്. ഈ എയർലൈൻ സെക്ടറിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യ കാലങ്ങളിൽ ടിക്കറ്റ് നിരക്ക് പൊതുവെ കുറവായിരിക്കും. യാത്ര ചെയ്യുന്ന ദിവസത്തിനോട് അടുക്കും തോറും ടിക്കറ്റ് നിരക്ക് വളരെ ഉയർന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ നേരെ തിരിച്ച് നിങ്ങളൊരു ലെഷർ സെക്ടറിലാണ് യാത്ര ചെയ്യുന്നത് കരുതുക. ഉദാഹരണത്തിന് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്കാണ് യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിൽ ടിക്കറ്റ് നിരക്ക് വളരെ ഉയർന്നു, അവസാന ദിവസങ്ങളാവുമ്പോൾ പതുക്കെ ടിക്കറ്റ് നിരക്ക് കുറയുന്നതും കാണാം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഒരു സെക്ടറിൽ ആദ്യ ടിക്കറ്റ് നിരക്ക് ഉയർന്നതും പിന്നീട് താഴുന്നതും, മറ്റേ സെക്ടറിൽ ആദ്യം ടിക്കറ്റ് നിരക്ക് താഴ്ന്നതും പിന്നീട് ഉയർന്നതും കാണാൻ സാധിക്കും. ഇതെന്തുകൊണ്ട് സാധിക്കുന്നു? നമുക്കറിയാം, ബിസിനസ് യാത്രക്കാരൊക്കെ അവസാന നിമിഷം യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡൽഹി, മുംബൈ സെക്ടറിൽ കൂടുതലും ബിസിനസ് ട്രാവലേഴ്സ് ആണ്, അല്ലെ സെലിബ്രിറ്റീസ് ആണ്, ഇതല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ആണ്. ഇവർക്കൊക്കെ അല്പം കൂടിയ റേറ്റ് ആണെങ്കിലും അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അവർ മിക്കവാറും അവസാന ദിവസങ്ങളിലായിരിക്കും ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് സെക്ടേഴ്സിൽ അവസാന ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് കൂടി കാണുന്നത്. എന്നാൽ സെക്ടേഴ്സിൽ ലെഷർ ട്രിപ്പിന് പോകുന്നവര്, ടൂർ ട്രിപ്പുകൾക്കൊക്കെ പോകുന്നവര് ഒത്തിരി മുമ്പ് തന്നെ സാധാരണഗതി പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ അവരുടെ ടിക്കറ്റ് നിരക്ക് കൂട്ടി വെക്കുകയും പിന്നീട് താഴുന്നതും ഒക്കെ ആയി കാണാനായിട്ട് കഴിയും. അപ്പൊ ആരാണ് ഈ ടിക്കറ്റ് നിരക്കൊക്കെ തീരുമാനിക്കുന്നത്? ദൂരത്തെ അല്ല എന്ന് നമുക്ക് മനസ്സിലായി, ഡിമാൻഡിനെ മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതാരായിരിക്കും തീരുമാനിക്കുക? ഞാൻ വീണ്ടും വീണ്ടും ടിക്കറ്റ് നിരക്ക് നോക്കുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിലുള്ള കുക്കി ഈ സൈറ്റിനോട് പറയും, ഇവൻ അത്യാവശ്യക്കാരനാണ്, ഇവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് റേറ്റ് കൂട്ടി കാണിക്കുന്നു, അല്ലെ? അപ്പൊ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അതാണ് ഈ ഡേറ്റ സയൻസ് എന്ന അത്ഭുതം. അപ്പൊ ഈ ഡേറ്റ സയൻസ് എന്താണ്? ഇതെങ്ങനെ പഠിച്ചെടുക്കാം? ആർക്ക് പഠിച്ചെടുക്കാം? ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഒരു എയർലൈൻ ടിക്കറ്റിങ്ങിന്റെ എക്സാമ്പിൾ വെച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെ എന്നും കൂടി ഞാൻ സൂചിപ്പിക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഡേറ്റ സയൻസ് എന്താണ് എന്ന് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. വലിയ ഇൻഫർമേഷനുകളിൽ നിന്ന്, വലിയ ഡേറ്റയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഇൻസൈറ്റ് എടുക്കുക എന്നുള്ളതാണ് ഡേറ്റ സയൻസിൽ ചെയ്യുന്നത്. ഈ ഡേറ്റ സയൻസിന് 3 പ്രവർത്തനങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കും. 1 ഡേറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഡേറ്റ ഗ്യാതറിംഗ്, 2 ഡേറ്റ അനാലിസിസ്, 3 ഡേറ്റയുടെ ആപ്ലിക്കേഷൻ. ഞാൻ ഈ എയർലൈൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ എൻ്റെ ഡേറ്റ, നമ്മുടെയൊക്കെ ഡേറ്റ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള കുക്കീസ് കളക്ട് ചെയ്യുന്നുണ്ട്.
അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ടിക്കറ്റ് നിരക്ക് എൻ്റെ അതിൻ്റെ സൈറ്റുകളിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ ഈ കുക്കീസ് ആ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. രണ്ട്, ഡേറ്റ അനാലിസിസ് നടക്കുന്നു. ഈ എയർലൈനുകളുടെയൊക്കെ ബാക്ക് എൻഡിൽ ഉള്ള സോഫ്റ്റ്വെയർ ഈ ഡേറ്റയെ അനലൈസ് ചെയ്യും. അപ്പോൾ അതിന് മനസ്സിലാവും ഇയാൾക്ക് അത്യാവശ്യം ടിക്കറ്റിന് വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. പല പ്രാവശ്യം ഇയാൾ ടിക്കറ്റ് നോക്കുന്നു, ഇന്ന സെക്ടറിലാണ് ഇയാൾ യാത്ര ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിനെ അനലൈസ് ചെയ്യും. എന്നിട്ട് അത് ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എന്ത് കൊണ്ടുവരുന്നു ചോദിച്ചാൽ എനിക്ക് ആ ഡേറ്റയുടെ എനിക്ക് ആ ടിക്കറ്റ് നിരക്ക് കൂട്ടി എന്നെ കാണിക്കും. അപ്പോൾ ഇയാൾ ആവശ്യക്കാരനാണ്, അത്യാവശ്യക്കാരനാണ്, അടുത്ത ദിവസം തന്നെ യാത്ര ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് കൂടുതൽ നിരക്ക് എനിക്ക് കാണിച്ചു തരികയും ചെയ്യും. അതേസമയം ഇതേ ഞാൻ മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്നാണ് സെർച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കുക്കീസ് ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ കുറഞ്ഞ നിരക്കായിരിക്കും എനിക്ക് കാണാനായിട്ട് കഴിയുക. അപ്പം ഈ ഡേറ്റ സയൻസ് ആണ് ഈ ടിക്കറ്റ് നിരക്കൊക്കെ തീരുമാനിക്കുന്നത് എന്ന് ഒരു പരിധിവരെ നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി ചില ദിവസങ്ങളിൽ ഡേറ്റ ഈ റേറ്റ്സ് വളരെ കുറഞ്ഞു കാണും. അന്ന് ആളുകളെ സെർച്ച് ചെയ്യുന്ന എണ്ണം കുറവായതുകൊണ്ട് തന്നെയായിരിക്കും ആ റേറ്റ്സ് കുറച്ച് കാണും. സാധാരണഗതിയിൽ ചൊവ്വാഴ്ചകളിലൊക്കെ ടിക്കറ്റ് നിരക്കുകൾ കുറവായിരിക്കും, വെള്ളിയാഴ്ചകളിലൊക്കെ അത് കൂടുതലായിരിക്കും, വീക്കെൻഡ്സിലൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ തീരുമാനിക്കുന്നത് ഒരു പരിധിവരെ എയർലൈനുകളല്ല, മറിച്ച് ഡേറ്റ സയൻസ് ആണ് എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പം ഡേറ്റ സയൻസ് എന്താണ് എന്ന് ഈ ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഡേറ്റ സയൻസ് ആർക്ക് പഠിക്കാം, എവിടെ പഠിക്കാം എന്നുള്ള കാര്യമാണ്. ഈ ഡേറ്റ സയൻസ് അല്ലെ ഡേറ്റ അനാലിസിസ് ഒക്കെ ആർക്ക് പഠിക്കാം, എന്തായിരിക്കും അതിനകത്തുള്ള ഒരു കരിയർ ഗ്രോത്ത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് ഈ ഒരു ന്യൂസ് സ്റ്റോറി എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഒരു കാൻഡിഡേറ്റ് കണ്ടന്റ് മാനേജറിൽ നിന്ന് ഡേറ്റ അനാലിസിസിലേക്ക് എത്തിയ സ്റ്റോറി. അതായത് കണ്ടന്റ് മാനേജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നോൺ IT ജോബാണ്. അതിൽ നിന്നുള്ളവർക്കും ഈ ഒരു മേഖലയിലേക്ക് എത്തുവാനായിട്ട് അവസരമുണ്ട് എന്നുള്ളതാണ് ഉത്തരം. അതായത് IT മേഖലയിൽ നിന്ന് മാത്രമല്ല നോൺ IT മേഖലയിൽ നിന്നുള്ളവർക്കുമൊക്കെ ഈ ഡേറ്റ അനാലിസിസ്, ഡേറ്റ സയൻസ് മേഖലയിലേക്ക് എത്താം. എന്ന് മാത്രമല്ല മികച്ച പേ പാക്കേജ്, നല്ലൊരു കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ഒക്കെ ലഭ്യമാകും എന്നുള്ളതാണ്. ഈ ഒരു കാൻഡിഡേറ്റിന് 282% ആണ് സാലറി ഹൈക്കായിട്ട് കിട്ടിയത് എന്നാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ആളുടെ പേര് പ്രസ്കില വിൻസെന്റ് എന്നതാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിനി എവിടെയായിരിക്കും പഠിക്കാൻ പറ്റുക, അല്ലെ എങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു നേട്ടം ഉണ്ടാകാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. അതിന്റെ ഉത്തരമാണ് ഡേറ്റ സയൻസ് അറ്റ് ODIN സ്കൂൾ എന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ODIN സ്കൂളിന്റെ പ്രത്യേകതകളൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇവിടേക്ക് വന്നാലായിട്ട് കാണാനായിട്ട് സാധിക്കും ഡേറ്റ സയൻസ് കോഴ്സ് അറ്റ് ODIN സ്കൂൾ. ഇവിടെ വരുമ്പോൾ ഇതൊരു ലൈവ് ഇൻസ്ട്രക്ടർ ലെഡ് ബൂട്ട് ക്യാമ്പ് ആണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് വെറുതെ ഈ പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഓൺലൈനിൽ ലഭിക്കുകയല്ല, മറിച്ച് ഓൺലൈനിലാണെങ്കിൽ പോലും ലൈവായിട്ട് ഇൻസ്ട്രക്ടേഴ്സ് നേരിട്ട് ക്ലാസ്സുകൾ ഇവിടെ നയിക്കുന്നു. 6 മാസം കൊണ്ട് ജോബ് റെഡിനെസ് നേടാം എന്നാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. പ്രൊജക്റ്റിനെ ബേസ് ചെയ്തുള്ള ഒരു ലേണിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് പഠിക്കുന്നതിനുള്ള ഒരു അവസരമുണ്ട്. അൺലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്താം എന്നുമാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. ഇവരുടെ ഹയറിംഗ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് കുറേ കമ്പനികളുടെയൊക്കെ ലിസ്റ്റ് ഇവരിവിടെ നൽകുന്നുണ്ട്. വളരെ പ്രമുഖമായ കമ്പനികളൊക്കെ ഇവരിൽ നിന്ന് ഹയർ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇതൊക്കെ അവിടെ പഠിച്ച കുട്ടികളുടെ ടെസ്റ്റിമോണിയൽസ് ആണ്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇവരുടെ പ്ലേസ്മെന്റ് റെക്കോർഡ് വളരെ ഇംപ്രസീവ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓരോ ആഴ്ചയും. ഇപ്പം ഈ ആഴ്ചയിൽ ഏതാണ്ട് 290 ഡേറ്റ സയൻസ് ജോബ് ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് എന്നാണ് അവകാശപ്പെടുന്നത്. അത് ഓരോ ആഴ്ചയിലും അങ്ങനെ ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഇവിടെ ലഭ്യമാണ് എന്ന് മനസ്സിലാക്കാം. ഇത് മാത്രമല്ല ഇവരുടെ അവിടെ പഠിച്ച സ്റ്റുഡൻസിന് 35 lakh പെർ ആനം, വളരെ മികച്ച പേ പാക്കേജ്, ഏകദേശം ഒരു 3 ലക്ഷം പെർ മന്ത് എന്നുള്ള പാക്കേജിലൊക്കെ എത്താൻ കഴിഞ്ഞു. ആവറേജ് ഒരു 7 LPA 7 ലക്ഷം പെർ ആനം ശമ്പളത്തിൽ ഒരു മീഡിയം പാക്കേജ് ഇവരുടെ സ്റ്റുഡൻസിന് ലഭിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ മേഖലയിലുള്ള ജോലികൾ എന്തൊക്കെയായിരിക്കും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഡേറ്റ അനലിസ്റ്റ് ആയിട്ടോ ഡേറ്റ സയൻറ്റിസ്റ്റ് ആയിട്ടോ അല്ലെ ഡേറ്റ എഞ്ചിനീയർ ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളാണ് അതൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഇവരെന്തൊക്കെ കരിയർ സർവീസ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെ കരിയർ സർവീസ് ആണ് നൽകുക, ഇതിൻ്റെ ഫീസ് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇവര് ഈ ടെക്നോളജി പഠിപ്പിക്കുന്നതിനോടൊപ്പം കരിയർ അസിസ്റ്റന്റ്, കരിയർ സർവീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ റെസ്യൂമേ ബിൽഡിങ്, അതുപോലെ ഓൺലൈൻ പ്രൊഫൈൽ ബിൽഡിങ്, ഓൺലൈനിൽ ഒരു പ്രൊഫൈൽ ബിൽഡിങ് ചെയ്യുക, പ്രത്യേകിച്ച് ഈ ലിങ്ക്ഡിൻ പോലെയുള്ളവയൊക്കെ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക, മോക്ക് ഇൻ്റർവ്യൂസ് നടത്തുക, അങ്ങനെ ഇൻ്റർവ്യൂവിലേക്ക് പെർഫോം ചെയ്യാനായിട്ട് സഹായിക്കുക, ഇൻഡസ്ട്രി ഇൻട്രാക്ഷനിലൂടെ ഇൻഡസ്ട്രിയെ കുറെ കൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുക,
ബിഹേവിയറൽ വർക്ക്ഷോപ്പ്, ജോബ് ഡ്രൈവ്സ്, ഇതൊക്കെ ഇവരുടെ കരിയർ സർവീസാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഇവരുടെ സർവീസസ് 2 ഇയേഴ്സിലേക്ക് അൺലിമിറ്റഡ് ഇന്റർവ്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ 2 ഇയേഴ്സ് ഇവരുടെ സർവീസ് ലഭ്യമാകും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇവരുടെ കരിക്കുലം, ഡാറ്റാ സയൻസ് കോഴ്സിന്റെ കരിക്കുലം ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. കോറായിട്ടുള്ള കുറേ മൊഡ്യൂൾസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. SQL, പൈതൺ, സ്റ്റാറ്റിസ്റ്റിക്സ്, മെഷീൻ ലേണിംഗ്, ബിസിനസ് ഇന്റലിജൻസ്, ഇതൊക്കെ കോർ മൊഡ്യൂൾസ് ആണ്. ടൂൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കൊളാബ്, അതേപോലെ അഷൂർ, ഇങ്ങനത്തെ കുറേ ടൂളുകളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കാം. പ്രോജക്റ്റുകൾ ഇതിലുള്ളതൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ പഠന രീതി എന്നൊക്കെ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. ഡൗട്ടുകളൊക്കെ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊജക്ട് പ്രസന്റേഷൻ ഗൈഡൻസ് ഉണ്ടാവും. ഇൻഡസ്ട്രി വെറ്ററൻസുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതുകൂടാതെ ഈ കോർ മൊഡ്യൂൾ കൂടാതെ ഇലക്റ്റീവ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെയൊക്കെ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ പ്രൊജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇൻവോൾവ് ആകാനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. ആ പ്രൊജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊക്കെ ഇൻവോൾവ് ചെയ്ത് കുറേ കൂടെ ഡെപ്തിലുള്ള പഠനം ഇവിടെ സാധ്യമാകുന്നുണ്ട്. കുറേ ഡീറ്റെയിൽ ബ്രോഷേഴ്സ് ഒക്കെ താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ ഇവരും ഒരു സാധാരണ ഒരു സ്ഥാപനവുമായിട്ട് ഉള്ള ഒരു കമ്പാരിസൺ ഇവർ നൽകുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നതിൽ ഇങ്ങനെയുള്ള നല്ല ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഏറ്റവും മികച്ച ഫാക്കൽറ്റികളെ ടീച്ചിങ്ങിനായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല സെൻറ്റേഴ്സിലും ഒരുപക്ഷെ ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ തന്നെയായിരിക്കും പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ എക്സ്പേർട്സിൻ്റെ ഒരു പഠനം ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകും. അതായത് ഇവിടെ തന്നെ അവർ നൽകിയിട്ടുണ്ട് ആരൊക്കെ ആയിരിക്കും പഠിപ്പിക്കുക എന്നുള്ളത്. ഇവരുടെ മെൻറ്റേഴ്സിൻ്റെ, സ്പീക്കേഴ്സിൻ്റെ ഒക്കെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇൻഫോസിസ്, അതേപോലെ വാൾമാർട്ട്, അങ്ങനെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയാണ് ഇവർക്ക് സ്പീക്കേഴ്സും ലെക്ചേഴ്സും ഒക്കെ വരുന്നത് എന്നിവർ സൂചിപ്പിക്കുന്നുണ്ട്. അത് നല്ല ഗൂഗിൾ റിവ്യൂ ഒക്കെ കിട്ടിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. 4.6 റിവ്യൂവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫീസ് കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 99,000 പ്ലസ് GST എന്നാണ് സൂചിപ്പിക്കുന്നത്. 30,000 വരെ സ്കോളർഷിപ്പ് ലഭ്യമാകും. അപ്പോൾ തന്നെ നല്ലൊരു കുറവ് ഫീസിൽ ലഭ്യമാണ്. എന്ന് മാത്രവുമല്ല, പിന്നീട് ഒരു 10,000 റുപ്പീസ് കൂടെ ഫീസ് റിഡക്ഷൻ കിട്ടുന്നതിനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അങ്ങനെ ഒരു ഡിസ്കൗണ്ട് കൂടിയുണ്ട്. അപ്പോൾ വീണ്ടും ഫീസ് കുറയുന്ന ഒരു ഇതുണ്ട്. ഇനി ബാക്കിയുള്ള ഫീസ് തന്നെ നിങ്ങൾക്ക് EMI ഒക്കെ ആയിട്ട് പേ ചെയ്യാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഞാൻ കാണുന്നത്, ഇഫ് യു വിഷ് ടു വിഡ്രോ ഫ്രം ദ ബൂട്ട് ക്യാമ്പ് വിതിൻ ദ ഫസ്റ്റ് 10 days യുവർ ഫീ വിൽ ബി ഫുള്ളി റീഫണ്ടഡ്. അതായത് നിങ്ങൾക്ക് ഒരു 9 ദിവസം നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇവിടെ പഠിക്കാം. സൗജന്യമല്ല, ഫീസ് അടച്ചിട്ട് പഠിക്കാം. 5,000 റുപ്പീസും കൊണ്ട് നിങ്ങൾക്ക് റിസർവ് ചെയ്തൊക്കെ ആദ്യം റിസർവ് ചെയ്യാം, പിന്നെ ഫീസ് അടച്ച് പഠിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവരുടെ ബൂട്ട് ക്യാമ്പ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 10 ദിവസത്തിനകം എപ്പം വേണേലും വിഡ്രോ ചെയ്യാം. ഫുള്ള് ഫീസ് റീഫണ്ട് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രി റെഡി സർട്ടിഫിക്കറ്റും കൂടി ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡലൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവരുടെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൽ വന്ന് വായിച്ച് മനസ്സിലാക്കി അതൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു പേജിലേക്കൊക്കെയുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. അത് ക്ലിക്ക് ചെയ്ത് ഇവരുടെ സൈറ്റിൽ വന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ടീമിൽ നിന്ന് ഒരു കോൾ ബാക്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകാം. ഏതായാലും ഈ ഡാറ്റാ സയൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഓഡിൻ സ്കൂളുമൊക്കെയായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ വാക്ക് മാത്രം മുകളിലേക്ക് എടുക്കാതെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡെപ്തായിട്ട്, അതും കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനൊക്കെയായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ ഓഡിൻ സ്കൂളുമായിട്ട് ബന്ധപ്പെടാം. എന്നിട്ട് ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ ആ ഫസ്റ്റ് സ്റ്റേജ് ആദ്യത്തെ 10 ദിവസത്തിൻ്റെ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങളുമുണ്ട്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നു. അതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.